സമൂഹ മാധ്യമത്തിൽ ഒരു വിശ്വാസിയുടെ കുറിപ്പ് കണ്ടു. അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരുനാൾ ആഘോഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഇല്ലാത്ത ദേവാലയം ജീവനില്ലാത്ത ശരീരം പോലെയാണ്. അവിടെ ചെണ്ടമേളം വെച്ചാൽ വിശുദ്ധ കുർബാനയ്ക്ക് പകരമാവുമോ? വിശുദ്ധ കുർബാന തരുന്ന ജീവൻ ചെണ്ടമേളത്തിന് തരാൻ കഴിയുമോ? ജനിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന വിമതർക്കും നിരീശ്വരവാദി അൽമായ മുന്നേറ്റക്കാർക്കും ചെണ്ടമേളത്തിന്റെ ആഘോഷങ്ങൾ മതി, വിശുദ്ധ കുർബാന വേണ്ട. വിശ്വാസികൾ എന്ന് നടിക്കുന്നവരെ നിങ്ങൾ ഇവരുടെ പിറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവവചനത്തിന് കാതോർത്തത് എന്തുകൊണ്ടാണ്? ആദിമ ക്രിസ്ത്യാനികൾ നേരിട്ടതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സർക്കാർ അനുവദിക്കാത്തത് കൊണ്ടല്ല, ഭീകരാക്രമണ ഭീഷണി ഉള്ളത് കൊണ്ടല്ല, ബസിലിക്ക കൈയടക്കി വെച്ച് സാത്താന്റെ സൈന്യമായി പ്രവർത്തിച്ച് വിശുദ്ധ കുർബാനയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും തിരുസഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന അർപ്പിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് ജീവനുള്ള ക്രിസ്തുവായ വിശുദ്ധ കുർബാനയെ ചവിട്ടി പുറത്താക്കി ചെണ്ടമേളം നടത്തി ഉത്സവ തിമിർപ്പിൽ അർമാദിക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സമർപ്പിച്ച് കീഴ്വഴങ്ങി എളിമയുള്ളവളായി ജീവിച്ച പരിശുദ്ധ അമ്മ ഈശോ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യ മക്കളോട് പറയുന്ന പരിശുദ്ധ അമ്മ, ആ അമ്മ രക്തകണ്ണീർ പൊഴിച്ചത് വിശുദ്ധ കുർബാനയെ ഉപേക്ഷിച്ച് ആഘോഷങ്ങൾക്ക് പിറകെ പോയി ഈ ലോകത്തിന് രൂപരായി ജീവിക്കുന്ന എറണാകുളം ബസിലിക്കയിൽ അനുസരണക്കേടിന്റെയും ദുർവാശിയുടെയും ദുഷ്ടാരൂപികളെ ആരാധിച്ച് ദേവാലയം അശുദ്ധമാക്കുന്ന വിമതരെയും അൽമായ മുന്നേറ്റക്കാരെയും ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ പിറകെ പോകുന്ന അല്പവിശ്വാസികളെയും പ്രതിയുമാണ്. സ്വന്തം പുത്രന്റെ പീഡനാഹ്വാനവും കുരിശുമരണവും നേരിൽ കണ്ട പരിശുദ്ധ അമ്മയെ അവഹേളിക്കലാണ് വിശുദ്ധ കുർബാന ഇല്ലാതെയും ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചും അനുസരണക്കേടിന്റെയും ദുർവാശിയുടെയും ദുഷ്ടാരൂപികളെ ആരാധിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും തിരുനാളുകൾ ആഘോഷിക്കുന്നത്.